ഇപ്പോൾ കിട്ടിയൊരു പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്ക്. നെടുമ്പാശ്ശേരിയിൽ സ്പൈസ് ജെറ്റ് വിമാനയാത്രക്കാരുടെ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനം തകരാർ പരിഹരിച്ച് ഇന്ന് പുലർച്ചെ ദുബായിക്ക് പുറപ്പെട്ടു. ബദൽ സംവിധാനം ഒരുക്കാത്തതിൽ വിമാന കമ്പനിക്കെതിരെ യാത്രക്കാർ രാത്രി പ്രതിഷേധിച്ചിരുന്നു. വിവരങ്ങളുമായി എബി തോമസ് ചേരുന്നു. എബി, ഇപ്പോൾ വിമാനയാത്രക്കാരുടെ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു. പുലർച്ചെ ദുബായിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? നിപ്രിയ, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ഈ വിമാനം ഇത്തരത്തിൽ മുടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് ഒരു ദിവസം ഏതാണ്ട് കഴിഞ്ഞിട്ടാണ്, അതായത് കഴിഞ്ഞ ശനിയാഴ്ച പുറപ്പെടേണ്ട വിമാനമായിരുന്നു. അത് യന്ത്രത്തകരാറിനെ തുടർന്ന് പോകാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം ഇന്നലെ എല്ലാം തന്നെ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഓരോ മണിക്കൂർ ഇടവിട്ട് വിമാനം ഉടൻ തന്നെ പുറപ്പെടുമെന്നുള്ളൊരു അറിയിപ്പല്ലാതെ മറ്റൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഈ യാത്രക്കാർക്ക് നൽകിയിരുന്നില്ല. എന്തായാലും ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് വിമാനം പുറപ്പെട്ടിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രതിസന്ധി ഉള്ളത്, ഇന്നലെ രാത്രി 11:30 പോകേണ്ട യാത്രക്കാർ ഉണ്ടായിരുന്നു. അവരെ ഇതുവരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് പുലർച്ചെ 4 മണിക്ക് പോയ വിമാനം തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഇന്നലെ രാത്രി 11:30 പോകേണ്ടിരുന്ന ആളുകൾക്ക് പോകാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അറിയിപ്പ് ഇപ്പോൾ നിലവിൽ വിമാന കമ്പനി നൽകിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ളൊരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളതും. അതുതന്നെയാണ് ആ നിലയ്ക്ക് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് ആളുകൾ പോവുകയാണ്. 200ഓളം വരുന്ന യാത്രക്കാരാണ് ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയത്. എന്തായാലും അവരുടെയൊക്കെ ആ ഒരു വലിയൊരു ആശങ്കയ്ക്ക് പരിഹാരം എന്നോണം ഇന്ന് രാവിലെ 4 മണിയോടുകൂടി യന്ത്രത്തകരാർ പരിഹരിച്ച് വിമാനം യാത്രയായിട്ടുണ്ട്. തുടർന്ന് പക്ഷേ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്നലെ രാത്രി 11:30 പോകേണ്ട യാത്രക്കാരുണ്ട്. അവർ ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. അവരെ ഇനിയിപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ പോയിരിക്കുന്ന വിമാനം തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ അവർക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ തുടർച്ചയായി ഇങ്ങനെ വിമാനങ്ങൾ വൈകുകയാണ്. യാത്രക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഏറെ നേരം അവർക്ക് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നു വിമാനത്തിൽ. സാധാരണ ഒരു വിമാനം വൈകുമ്പോൾ യാത്രക്കാരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ആ നിർദ്ദിഷ്ട കമ്പനിയാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പോൾ എബി പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ആ പോയ വിമാനം തിരിച്ചു വരുന്നത് വരെ ഈ യാത്രക്കാർ കാത്തിരിക്കേണ്ടി വരും. അവർക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ആ വിമാന കമ്പനി തന്നെ, സ്പൈസ് ജെറ്റ് കമ്പനി തന്നെ നിർവഹിച്ചിട്ടുണ്ടോ? കൃത്യമായ രീതിയിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ടോ? മറ്റൊരു കാര്യം, ഇങ്ങനെ തുടർച്ചയായി വിമാനങ്ങൾ വൈകുന്നത് യാത്രക്കാർക്ക് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് അതോറിറ്റി ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടോ എബി? ഇത് നമുക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ടാണ് ഇതൊരു പതിവ് സംഭവം എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും തുടർന്ന് അതൊരു പരിഹരിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ ഈ വിമാനത്തിലെ ജീവനക്കാർ പണിമുടക്കിയതിനെ തുടർന്ന്, അപ്രതീക്ഷിതമായിട്ട് പണിമുടക്കിയതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രതിസന്ധി യാത്രക്കാർക്ക് ഉണ്ടാകുകയും നിരവധിയായിട്ടുള്ള ആളുകളുടെ ജോലി പോലും പോകുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളതാണ്. അതൊന്നും ഈ നിലയിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ പോലും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഈ വിമാന കമ്പനി ഈ യാത്രക്കാർക്ക് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെയും അവർ പ്രതികരിച്ചു, നമ്മുടെ വാർത്തയിൽ തന്നെ അവർ ആ കാര്യം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള സഹായങ്ങളോ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ യാത്രക്കാർ ഒരു വിമാനത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ കമ്പനിക്ക് തന്നെയാണ്. പക്ഷേ ആ കമ്പനി ആ നിലയ്ക്ക് പൈസ വാങ്ങുക എന്നുള്ളതല്ലാതെ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഗൗരവമായിട്ടുള്ള വിഷയം. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇതിന് കൃത്യമായ രീതിയിലുള്ള പരിഹാരം കാണേണ്ടതും ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അധികാരികൾ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്.